ലൈഫിൽ എന്തൊക്കെ പറഞ്ഞാലും ലോൺലിനെസ് എന്ന് പറയുന്ന ഒരു സാധനം ഹിറ്റ് ചെയ്യുന്ന ഒരു അല്ലെങ്കിൽ പിന്നെ ഉള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ റിലേഷൻഷിപ്സിൽ നിൽക്കുക എന്നുള്ളതാണ്. പക്ഷെ അതും ഈ പറഞ്ഞ പോലെ എന്നെ പോലെ ഒരാൾക്ക് അങ്ങനെ ലൈക്ക് പറ്റില്ല. ലൈക്ക് ഈ പറഞ്ഞ പോലെ ഒരു ലിവ് ഇൻ റിലേഷൻഷിപ്പ് എന്റെ മോളുള്ളതുകൊണ്ട് അങ്ങനെ ഒരു സാധനവും. അപ്പം എനിക്കൊരു പ്രോപ്പർ ഒരു കല്യാണം, ഒരു പാർട്ട്ണർ വേണം. കല്യാണം കഴിച്ച് ഐ വാണ്ടഡ് എ ഫാമിലി. ഐ വാണ്ടഡ് ടു സ്റ്റാർട്ട് എ ഫാമിലി. അതൊരു ഫ്രഷ് സ്റ്റാർട്ടാണ്. പക്ഷെ ആ സ്റ്റാർട്ടിന് ഞാൻ മെന്റലി വളരെ മുമ്പ് തന്നെ പ്രിപ്പയർഡ് ആയിരുന്നു. പക്ഷെ അവിടെ എപ്പോഴും എന്നെ ബോദർ ചെയ്തുകൊണ്ടിരുന്ന കാര്യം എന്റെ മകൾക്ക് പ്രയോറിറ്റി ഞാൻ കൊടുക്കണം. എനിക്കതൊരു ആഗ്രഹമാണെങ്കിൽ പോലും അവൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരാളെ മാത്രമേ എനിക്ക് ആ ഒരു സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അവള് തന്നെയാണ് പ്രയോറിറ്റി, എന്റെ കംഫർട്ട് അല്ല. ഇനിഷ്യലി ഇപ്പം ഞാൻ സിബിനുമായിട്ട് ഒബ്വിയസ്ലി പക്ഷെ ഇസ് ഖുഷി ഓക്കെ വിത്ത് സിബിൻ, അല്ലെങ്കിൽ ഇസ് ഖുഷി കംഫർട്ടബിൾ വിത്ത് സിബിൻ, അതായിരുന്നു എനിക്ക് മെയിൻ കൺസേൺ. എക്സാക്ട്ലി. ഈ ഒരു സിറ്റുവേഷനിൽ ഞാൻ ഇതിനു മുമ്പും വന്നിട്ടുണ്ട്. അത് വേണ്ട എന്ന് വെക്കാൻ റീസൺ ഇസ് എന്റെ മകൾ കംഫർട്ടബിൾ അല്ല എന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് തന്നെയാണ് അതിലേക്ക് പോവാത്തതും. ഇത് ഞങ്ങൾ രണ്ടുപേരും ഒരു മാരിറ്റൽ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്തതും ഒക്കെ ഇസ് അവളുടെ ഒരു കംഫർട്ടും കൂടി നോക്കിയിട്ടാണ്. My credits, my future. Kill credits from GTech.